ക്രൈസ്തവ വിഭാഗത്തിനെതിരായ ലേഖനത്തിൽ RSS വാരിക കേസരിക്കെതിരെ ദീപിക. മതപരിവർത്തനാരോപണ ലേഖനത്തിലാണ് ഒടുവിൽ തനിനിറം പുറത്തുവന്നത്. കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന BJPയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവരുണ്ട്. അവർക്ക് മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാമെന്നും ലേഖനത്തിൽ പറയുന്നു. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടേണ്ട എന്ന തലക്കെട്ടിലാണ് ദീപികയുടെ മുഖപ്രസംഗം. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ദീപിക മുഖപ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ാണ് ക്രൈസ്തവർ ദേശവിരുദ്ധരാണെന്നും ഇവിടെ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപിച്ച് RSSന്റെ വാരികയായ കേസരിയിൽ ക്രൈസ്തവ വിരുദ്ധ ലേഖനം എഴുതിയത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ആയിരുന്നു ഈ ലേഖനം എഴുതിയിരുന്നത്. ഇതിന് മറുപടിയായാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ ഇത്തവണ ഇന്ന് ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടണ്ട എന്ന പേരിൽ ലേഖനം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ നേതാവ് RSS പ്രസിദ്ധീകരണത്തിൽ എഴുതിയ മതപരിവർത്തന ആരോപണ ലേഖനത്തിനൊടുവിൽ അയാളുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ തനിനിറം പുറത്തു വരുന്നുണ്ട് എന്നാണ് ദീപിക പറയുന്നത്. വേണ്ടിവന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നാണ് അവർ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ദീപിക പറയുന്നത്. ഭരണഘടനയെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അതിപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് എന്നാണ് ദീപിക പറയുന്നത്. കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന BJPയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ല എന്ന് നടിക്കുന്നവർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാമെന്നും ലേഖനത്തിലുടനീളമുള്ളത് വ്യാജ വിവരങ്ങളും നുണകളുമാണ് ഉള്ളതാണ് ദീപിക പറയുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ മാത്രം ക്രൈസ്തവരെ തുല്യ പൗരന്മാരായി കാണുന്ന BJP ഇതിന് മറുപടി പറയണമെന്നും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് BJP സംസ്ഥാനങ്ങൾ പാസാക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യണമെന്നും ദീപിക മുഖപ്രസംഗം പറയുന്നുണ്ട്. ജിൽസി.